ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാം, ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം. സംഘടനാ സംവിധാനം വെച്ചാണല്ലോ ഇത്രയും വോട്ടൊക്കെ ചേർത്തത്. നിങ്ങൾ ഉപദ്രവിച്ചോളൂ. അതെ, ഞങ്ങളെ മിടുക്കാണ്. സുരേന്ദ്രൻ പറഞ്ഞില്ലേ ഇനിയും ചേർക്കും. എന്റെ മൊബൈലുണ്ട് 25-30. ശ്രീപത്മനാഭൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിലായിരിക്കും വോട്ട് ചെയ്യുക? തൃശ്ശൂരിലായിരിക്കോ? ഞാൻ പറയട്ടെ, നിക്കട്ടെ. സൗകര്യമുള്ളവർക്ക്, എനിക്ക് സൗകര്യമുള്ളവർക്ക്. അതെ, സൗകര്യമുള്ളത് പോലെയാണ് ഇതുവരെ എല്ലാ നേതാക്കളും വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് കാണിക്കുന്നത്. മൻമോഹൻ സിംഗ് അസമിൽ നിന്ന് രാജ്യസഭാ അംഗമല്ലേ ആയത്? രാജ്യത്തിന്റെ അവസ്ഥ, അയ്യോ. മൻമോഹൻ സിംഗ് രാജ്യസഭാ അംഗമല്ലേ ആയത്? അയ്യോ, രാജ്യത്തിന്റെ അവസ്ഥ അത് നിയമപ്രകാരം. അയ്യോ അഭിലാഷ്, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ. അയ്യോ, ഒരു മന്ത്രിയോട് 31 സെക്കൻഡിൽ 7 ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. അപ്പൊ ആർക്കാണ് ടെൻഷൻ എന്നുള്ളതൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അയ്യോ, തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാ. ഞങ്ങൾ ഉത്തരം പറയും. തെരഞ്ഞെടുപ്പ് കേസ് ചൊണന്റെ കേസ് കോടതിയിൽ നിന്ന് കാണാം. അല്ല, കേസൊക്കെ കൊടുക്കുന്നുണ്ടാവും. അവര് കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ ഞാനല്ലല്ലോ കേസ് കൊടുക്കേണ്ടത്. അല്ല, 1.25 വർഷമായി ഇപ്പോഴാണല്ലോ ഓരോരോ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് അവർക്ക് വേണ്ടി തൊണ്ടയിലെ വെള്ളം പറ്റിക്കണ്ട ഒരു കാര്യമില്ല. അല്ല, ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ യോജിച്ചു. കാരണം അമ്പയർ ഒരു ടീമിൽ കളിക്കുന്ന മത്സരത്തിൽ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിനോട് യോജിച്ചു. അവിടെ വിഷയമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ.